ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 9 കോമ്പാക്റ്റ് ഡീസൽ വണ്ടിയാണ്. അത് BS4 ആണ്. എല്ലാ വണ്ടികളും 17, 18 മോഡൽ വണ്ടികളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാം ഒന്നിനൊന്നിന് മെച്ചമായിട്ടുള്ള ഇച്ചിരി വില കൂടിയ വണ്ടികളാണ്. ഈ വട്ടം നല്ല ക്വാളിറ്റി വണ്ടികളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് 2017 മോഡലാണ്. 2017 മോഡൽ ഡീസൽ. ഇതിന് പേപ്പർ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം 2-ാം മാസം വരെ ടെസ്റ്റ് ഉണ്ട്. ഇൻഷുർ തീർന്ന് നിൽക്കുക, പുതിയ ഇൻഷുർ എടുത്ത് കൊടുക്കും, പുതിയ ടാക്സ് എടുത്ത് കൊടുക്കും, പുതിയ ക്ഷേമതി എടുത്ത് കൊടുക്കും. ഇതാണ് ഈ വണ്ടിയുടെ നിലവിലുള്ള കണ്ടീഷൻ. ഫ്രണ്ടിൽ ടയർ അത്യാവശ്യം കുഴപ്പമില്ല, 60% ഉണ്ട്. പെയിന്റ് മേളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ഇത് ഒരാൾക്ക് ഇത് ഓടി വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാവുന്ന വണ്ടിയാണ്. പേപ്പർ നമ്മൾ പുതിയത് എടുത്തു കൊടുക്കുകയാണ്. വണ്ടിക്കകം ഒന്ന് കാണിക്കാം. അത്യാവശ്യം സീറ്റോ കാര്യങ്ങളോ ഒന്നും കുഴപ്പമില്ല. അപ്പോൾസറികൾക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. തകരടിച്ച് പണിഞ്ഞിട്ടില്ല, സാധാ വണ്ടിയാണ്, നോർമൽ വണ്ടിയാണ്. ആ ഫ്ലാറ്റും കാര്യമൊക്കെ ഒന്നും പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല കാണുന്ന കണ്ടീഷനാണ് നമ്മൾ കാണിക്കുന്നത്. ഈ വണ്ടിയുടെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്ക് ടയറും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറാണ് കിടക്കുന്നത്. ബാക്ക് സൈഡും പെയിൻറ്റുകളും എല്ലാം പക്കാണ്. നല്ല ബോഡി ക്വാളിറ്റിയിൽ കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. നല്ല ബോഡി ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഈ സൈഡും കുഴപ്പമില്ല, നല്ല പെയിൻറ്റ് മേളത്തിൽ നിൽക്കുകയാണ്. അത്യാവശ്യം ഇത് ഈ വണ്ടി 2017 വണ്ടി. ഈ വണ്ടി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില 1,29,000 രൂപയ്ക്ക് വണ്ടി കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് പുതിയ ഇൻഷുറും പുതിയ ടാക്സും എടുത്ത് തരും. 1,29,000 രൂപയ്ക്ക് 2017 വണ്ടി നമുക്ക് കൊടുക്കാം. ഈ 2017 അടുത്ത 2019 വണ്ടിയാണ്. BS4 2019 വണ്ടിയാണ്. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ പുതിയ ടെസ്റ്റ്. ഇപ്പം ടെസ്റ്റ് ചെയ്തിട്ട് 15 ദിവസമായി കാണും. പുതിയ ടെസ്റ്റ്, പുതിയ ഇൻഷുർ, പുതിയ ടാക്സ്, പുതിയ ക്ഷേമതി. നിങ്ങൾക്ക് ഈ വണ്ടി നമ്പർ വെച്ച് അടിച്ചു നോക്കുമ്പോൾ 80 രൂപനകത്ത് അറിയാം. നമ്മൾ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ. ഈ വണ്ടിക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സീറ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പം പെയിൻറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിക്കകം കാണിക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാതെ തകരടിച്ച് പണിഞ്ഞ വണ്ടിയാണ്. സീറ്റൊക്കെ പുതിയത് ഇപ്പം ടെസ്റ്റിന് അവർ ചെയ്ത സീറ്റാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. 2019 മോഡലാണ്. ഫ്ലാറ്റും കാര്യങ്ങളും കൂടെ. ഫ്ലാറ്റ് അത്ര ഹൈ ക്വാളിറ്റി അല്ല, ഒരു 75% ഓക്കെ ആയിട്ടുള്ള വണ്ടിയാണ്. 2019 മോഡലാണ് വണ്ടി. ഒരു അത്യാവശ്യം ഓക്കെയാണ്. ബാക്ക് സൈഡും കൂടെ കാണിച്ചു തരാം. ബാക്ക് സൈഡ് നോക്കാം, ഇറക്കിയാണ് കാണിച്ചു തരാം. ഇതാണ് വണ്ടിയുടെ ഒരു വണ്ടി പൂർണ്ണമായിട്ട് കാണിക്കാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. വെച്ചാൽ ഫ്രണ്ട് വശം മാത്രം കാണിച്ചില്ലേ മറ്റു വീഡിയോകളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഓരോരോ വണ്ടികൾ മാത്രമായിട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് നമ്മൾ. അപ്പം നിങ്ങൾ കാണുന്നവർക്കും ആ വണ്ടിയെക്കുറിച്ചൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വണ്ടിയുടെ ഇതെന്ന് പറഞ്ഞാൽ 2019 വണ്ടിയാണ്. BS4 ആണ്. പുതിയ ടെസ്റ്റ്, പുതിയ ഇൻഷുർ, പുതിയ ടാക്സ്. ഈ വണ്ടി നമുക്കൊരു 1,59,000 രൂപയ്ക്ക് 59,000 രൂപയ്ക്ക് കൊടുക്കാം. 2019 പുതിയ ടെസ്റ്റ് വണ്ടി. ഇത് അടുത്തത് 2019 ആണ്. 19 കോമ്പാക്റ്റ് ആണ്. ഇതും പുത്തൻ ടെസ്റ്റ്. ഇത് രണ്ടും ഒരേ ദിവസം ടെസ്റ്റ് ചെയ്ത വണ്ടിയാണ്. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ പുതിയ ടെസ്റ്റ്, പുതിയ ഇൻഷുർ, പുതിയ ടാക്സ്, പുതിയ ക്ഷേമതി. ഇതിപ്പോൾ എൻജിൻ നമ്മളിവിടെ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി നല്ല ക്വാളിറ്റി ആണ്. ബോഡി ക്വാളിറ്റിയിലൊക്കെ നല്ല വണ്ടിയാണ്. നല്ല വൃത്തി തകരടിച്ച് പണിഞ്ഞ് ഇതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എഞ്ചിനൊക്കെ നമ്മൾ റീസെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന വണ്ടിയാണ്. നമ്മൾ ചെയ്തുകൊണ്ട് നമുക്ക് പറയും വണ്ടിയൊക്കെ. ഇതിൻ്റെ ഫ്ലാറ്റ് കാര്യങ്ങൾ, ഇതിൻ്റെ ബാക്ക് ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ നല്ല നീറ്റായിട്ട് കിടക്കുവാണ്. ബാക്കിലത്തെ ഫ്ലാറ്റൊക്കെ നല്ല നല്ല ജെന്യൂനായിട്ടുള്ള വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ഫ്ലാറ്റും കാര്യമൊക്കെ ക്വാളിറ്റി. ആ സീറ്റ് നല്ല ഇതായിട്ട് ഇട്ടേക്കുവാണ്. ഇതിൻ്റെ ടയർ 60% ടയറുള്ളൂ. ബാക്ക് ടയറൊക്കെ ഒരു 60%-നകത്തുള്ളതേ ഉള്ളൂ. തകടൊക്കെ അടിച്ച് പണിഞ്ഞ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ലൊരു വണ്ടി. 2019 ഈ കിടക്കുന്ന വണ്ടികളിലൊരു ഏകദേശം ഒരു 75% വണ്ടി നല്ല ക്വാളിറ്റി വണ്ടികളാണ്. നല്ല നീറ്റായിട്ടുള്ള വണ്ടികളാണ്. ഇത് പുതിയ പേപ്പറാണ്. മിക്ക വണ്ടികളും പുതിയ പേപ്പറിലുള്ള നല്ല വണ്ടികളാണ്. ആ ഫ്ലാറ്റൊക്കെ നല്ല വൃത്തിയാണ് വണ്ടി. 2019 മോഡലാണ്. 2019 10-ാം മാസം വണ്ടിയാണിത്. 2019 10-ാം മാസം ലാസ്റ്റ് BS4 ലാസ്റ്റ് വണ്ടിയാണ് ഇതൊക്കെ. ഈ വണ്ടി നമുക്ക് 1,64,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് നല്ല എഞ്ചിനും ഇപ്പോൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. 1,64,000 രൂപയ്ക്ക് പുതിയ ടെസ്റ്റ് ചെയ്ത് ഈ വണ്ടി നമുക്ക് കൊടുക്കാം. അടുത്തത് നമ്മൾ 2019 വണ്ടിയാണ് ഇതും കാണിക്കുന്നത്. 2019 ആണ്. ഇത് അടുത്ത വർഷം 2026 ഡിസംബർ വരെ ടെസ്റ്റ് ഉണ്ട്. അടുത്ത വർഷം 6-ാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. ടാക്സും ക്ഷേമതയും പുതിയ എടുത്തു കൊടുക്കും. ബാക്കിയുള്ള ഭാഗങ്ങളും ഓക്കെയാണ്. ഇത് പെയിൻറ്റ് പാർട്ട് ചെയ്തതാണ്. അതായത് ഒരു 6-7 മാസം ഇപ്പം ടെസ്റ്റ് ആൾറെഡി കഴിഞ്ഞ വണ്ടിയാണ്, ചെയ്തിട്ടുള്ളതാണ്. അതായത് 2 വർഷം കിട്ടുന്നുണ്ട്. അടുത്ത ഡിസംബർ എന്ന് പറയുമ്പോൾ ഒരു 12-14 മാസമേ ഉള്ളൂ. ബാക്കി ഒരു 10 മാസത്തോളം അവർ ഉപയോഗിച്ച വണ്ടിയാണിത്. പെയിൻറ്റ് ചെയ്തിട്ടില്ല, അതൊക്കെ അടിച്ച വണ്ടിയാണ്. പിന്നെ ഗ്ലാസ് ഇവിടെ ഇത്രയും പൊട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ കാണിച്ചത്. ജസ്റ്റ് ആ ഗ്ലാസ് അവിടെ പൊട്ടിയിരിപ്പുണ്ട്. ഫ്ലാറ്റിൽ പെയിൻറ്റ് മേളക്കുറവുണ്ട്. അതായത് ആ ഓടിച്ചതിൻ്റെ പെയിൻറ്റ് മേളക്കുറവുണ്ട്. അത്യാവശ്യം ചെറിയ പെയിൻറ്റൊക്കെ പോയിട്ടുണ്ട്. അകമൊക്കെ തട്ടൊക്കെ നീറ്റാണ്. ബാക്ക് സീറ്റിലൊരു കീറലുണ്ട്. ഒരു ബാക്ക് സീറ്റ് ഒട്ടിച്ചേക്കുവാണ്. അത്യാവശ്യം ബാക്കിൽ ഇരിക്കുന്ന സീറ്റ്
ഒട്ടിച്ചിട്ടുണ്ട്. ബാക്ക് ഫ്ലാറ്റ് ആണെങ്കിൽ അത്യാവശ്യം ചെറിയ പെയിൻറ്റ് പോയതിൻ്റെ ഒരു പാടുകളുണ്ട്. അത്യാവശ്യമുണ്ട്. ബാക്കിലോട്ട് വന്നേ. ബാക്കിൽ ഞങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ എടുത്ത് ചെയ്തെന്നുള്ള സർവീസ് ചെയ്തു. ബാക്കിലത്തെ ബമ്പർ ചളക്കം ഉണ്ടായിരുന്നു. ബമ്പർ ഒന്ന് നൂത്തിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്തിട്ടില്ല. ബാക്കി ബമ്പർ നൂത്തു. വാ. ഇവിടെ ചെറിയൊരു മടക്കുണ്ടായിരുന്നു. ഇവിടെയും നമ്മൾ നൂത്തിട്ടുണ്ട്. ഇവിടെ ചെറുതായിട്ട് പാച്ച് വർക്കായിട്ടില്ല, നൂത്തതേ ഉള്ളൂ. അവിടെ വേറെ 2019 മോഡലാണ് ഈ വണ്ടി. 2019 വണ്ടിയാണ്. 2019 വണ്ടി. അടുത്ത വർഷം ഡിസംബർ വരെ ടെസ്റ്റ് ഉണ്ട്. ഇൻഷുർ 6 മാസം വരെ. ടാക്സും ക്ഷേമത എടുത്തിട്ട് ഇപ്പം തീർന്നു നിൽക്കുന്ന ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിലും നമ്മൾ ടാക്സും ക്ഷേമത തന്നെ എടുത്തായിരിക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. വണ്ടി നമ്പറെല്ലാം നിങ്ങൾ നോക്കി അടിച്ചു നോക്കണം. എന്തെങ്കിലും പറയുന്നതിനകത്തുണ്ടോ, വ്യത്യാസം വല്ലതും ഉണ്ടോ എന്ന് നമ്പർ കൊണ്ട് കാണിച്ചോണം. ഇതാണ് ഈ വണ്ടിയുടെ വിലയെന്ന് പറയുന്നത്. 1,60,000 രൂപയ്ക്ക് അകത്ത് തട്ടും കാര്യങ്ങളൊക്കെ അടിച്ചേക്കും. നല്ല വൃത്തിയാ വണ്ടി ഉള്ള സുഖം. നമുക്ക് 1,60,000 രൂപയ്ക്ക് കൊടുക്കാം. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് 2018 വണ്ടിയാണ്. 2018 വണ്ടി. 1 കൊല്ലത്തോളം ടെസ്റ്റ് ഉണ്ട്. പുതിയ ഇൻഷുർ തീർന്ന് നിൽക്കുക. പുതിയ ഇൻഷുർ എടുത്ത് കൊടുക്കും. പുതിയ ക്ഷേമതയും പുതിയ ടാക്സും നമ്മൾ ഈ വണ്ടിക്ക് എടുത്ത് കൊടുക്കും. ഈ വണ്ടി ഇപ്പം ടച്ച് ആൻഡ് പോളിഷ് ചെയ്തിട്ടേക്കുവാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫസ്റ്റ് ഓണർ വണ്ടിയാണ് ഈ വണ്ടികൾ. ഈ വണ്ടിയിൽ ഇപ്പം കാണിച്ച വണ്ടികളെല്ലാം എല്ലാ വണ്ടികളും ഈ കാണിച്ച ഇത്രയും വണ്ടികളും ഫസ്റ്റ് ഓണർ വണ്ടികളാണ്. ഈ ഫ്ലാറ്റിലോട്ട് വന്ന് ഇത് നല്ല നീറ്റായിട്ട് കിടക്കുന്ന ഒരു വണ്ടി. അത്യാവശ്യം ഒരു ഒറ്റ ഓണർ ആയിരുന്നു. നല്ല വലിയ ഇതില്ലാതെ അലഞ്ഞ ഓടിയതല്ല. നല്ലൊരു വിധം ആ ഫ്ലാറ്റിനൊക്കെ കാണിച്ച്, ഫ്ലാറ്റും കാര്യമെല്ലാം ഫ്രണ്ട് ഫ്ലാറ്റും കൂടെ കാണിച്ച്, ആ ഫ്രണ്ടും കൂടെ കാണിച്ചു. ബോഡി ആണെങ്കിലും ബോഡി നല്ല ഇതൊക്കെ ടച്ച് ആൻഡ് പോളിഷ് ചെയ്തുള്ളൂ. ഫുൾ പെയിൻ്റ് അല്ല, ടച്ച് ആൻഡ് പോളിഷ് ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ്. ഫുൾ പെയിൻറ്റ് ചെയ്തതല്ല. ബാക്ക് സൈഡ് കാണിച്ചു. ഇതിൽ കൂടെ 2018 വണ്ടിയാണിത്. 2018 വണ്ടി. ഈ 2018 വണ്ടി ഫ്രണ്ട് ടയർ ഒരു 50% നോക്കിയാൽ മതി. ബാക്ക് ടയറും ഒരു 50% ഉള്ളൂ. ഈ വണ്ടി നമ്മൾ 2018 വണ്ടിയാണ്. പുതിയ 1 വർഷം ടെസ്റ്റ് ഉണ്ട്. പുതിയ ഇൻഷുർ എടുത്ത് കൊടുക്കും. പുതിയ ടാക്സ് എടുത്ത് കൊടുക്കും. പുതിയ ക്ഷേമത എടുത്ത് കൊടുക്കും. ഈ വണ്ടിക്ക് നമ്മൾ ലാസ്റ്റ് കൊടുക്കാൻ ഇട്ടേക്കുന്നത് 1,49,000 രൂപയ്ക്ക് കൊടുക്കും. 2018 വണ്ടിയാണ്. ഈ പേപ്പറും കൂടെ എടുത്തുള്ള വിലയാണ് നമ്മൾ പറയുന്നത്. 1,49,000 രൂപയ്ക്ക് കൊടുക്കാം. അടുത്തത് 2018 വണ്ടിയാണ്. 2018 1 കൊല്ലം ടെസ്റ്റ് ഉണ്ട്. പുതിയ ഇൻഷുറൻസ് ഉണ്ട്, എടുത്തു കൊടുക്കും. പുതിയ ടാക്സ്, പുതിയ ക്ഷേമത നമ്മൾ ഇതും എടുത്തു കൊടുക്കും. ഇത് ടാക്സും ക്ഷേമതയും തീർന്ന് നിൽക്കുക, ഇൻഷുറൻസ് തീർന്ന് നിൽക്കുക, അത് എടുത്താണ് നമ്മൾ കൊടുക്കുന്നത്. അത്യാവശ്യം ആവറേജ് വണ്ടിയുള്ളൂ. 75% ഉള്ളൊരു വണ്ടിയേ ഉള്ളൂ. വണ്ടിക്കാവുന്ന കാണിക്കാം. ജസ്റ്റ് ആ ബോഡിയൊക്കെ കാണിച്ചു. ഒരു സീറ്റുകളൊക്കെ ആവറേജ് സീറ്റേ ഉള്ളൂ. വലിയ കൂടിയ രീതിയിലുള്ള ഫ്ലാറ്റൊക്കെ കാണിച്ചാൽ, ഫ്ലാറ്റിലൊക്കെ പീസും കാര്യങ്ങളൊക്കെ ഇട്ട വണ്ടിയാണ്. പച്ചറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്ലാറ്റിനോ കാണിച്ചാൽ, ഇത് പാർട്ടി ടെസ്റ്റ് ചെയ്ത വണ്ടിയാണ്, നമ്മളല്ല. ഇതൊക്കെ 2 കൊല്ലം ടെസ്റ്റ് കിട്ടിയ വണ്ടിയാണ്. ഇത് പാർട്ടി അവർ 1 കൊല്ലം ഉപയോഗിച്ച വണ്ടിയാണ്. സീറ്റൊക്കെ അത്യാവശ്യമുള്ളൂ, ആവറേജ് സീറ്റേ ഉള്ളൂ. 2018 മോഡലാണ്. അത്യാവശ്യം ടയർ ഭാഗങ്ങളൊന്നും കുഴപ്പമില്ല. ബോഡിപരമായിട്ടൊരു 75% കൂട്ടിയാൽ മതി. ഹൈ ക്വാളിറ്റി വണ്ടിയൊന്നുമല്ല. തകടടിച്ച് പണിഞ്ഞിട്ടുണ്ട്. പുതിയ ടോപ്പൊക്കെ അടിച്ചേക്കുന്നത്. പക്ഷേ സീറ്റ് ആവറേജേ ഉള്ളൂ. ബോഡിപരമായിട്ടായാലും ചെറിയ ഇടഫ്ലാറ്റിലൊക്കെ തുരുമ്പിൻ്റെ പോലത്തെ അതിൻ്റെ മണ്ടയ്ക്ക് അവർ ടച്ച് ചെയ്തേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി. ഇത് 2018 വണ്ടിയാണ്. ഈ വണ്ടിക്ക് നമ്മൾ ഇതിൻ്റെ പേപ്പർ ഞാൻ പറഞ്ഞാൽ 1 വർഷത്തെ ടെസ്റ്റ് കാണും, പുതിയ ഇൻഷുർ കാണും, പുതിയ ടാക്സ് കാണും, പുതിയ ക്ഷേമത കാണും. ഈ വണ്ടിക്ക് നമ്മൾ 2018 വണ്ടിയാണ്. വണ്ടിക്കകത്ത് എന്തെങ്കിലുമൊക്കെ കുറയുന്നതിനനുസരിച്ച് നമ്മൾ ഇത് 1,39,000 രൂപ കൊടുക്കും. 2018 വണ്ടിയാണ്. ഇതും 2018 വണ്ടിയാണ്. 1 കൊല്ലം ടെസ്റ്റ് ഉണ്ട്. പുതിയ ഇൻഷുർ എടുത്ത് കൊടുക്കും. പുതിയ ടാക്സിന് 2 കൊല്ലം നിൽപ്പുണ്ട്. ഇത് 23 വരെ ക്ഷേമതയേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ടുള്ള 5 കൊല്ലത്തേക്ക് ടാക്സ് എടുത്ത വണ്ടിയാണ്. ഈ വണ്ടിക്ക് 2 കൊല്ലത്തേക്ക് ടാക്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഇൻഷുറൻസ് പുതിയ നമ്മൾ എടുത്ത് കൊടുക്കും. 1 കൊല്ലം ടെസ്റ്റ് ഉണ്ട്. ഈ വണ്ടി അത്യാവശ്യം ഫ്രണ്ട് ഫ്ലാറ്റും ബാക്ക് ഫ്ലാറ്റും മാറിയതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പാർട്ടി പറഞ്ഞത് ഫ്രണ്ടും ബാക്കും മാറിയതാണെന്നാണ് പറഞ്ഞത്. ഒന്ന് കാണിച്ചു. ഇതൊക്കെ അത്യാവശ്യം ഒരു 2, 3, 4, 5 മാസമൊക്കെ പാർട്ടി ഉപയോഗിച്ച വണ്ടികളാണ് കേട്ടോ. ഈ വണ്ടികളൊക്കെ അതിൻ്റേതായിട്ടുള്ള സീറ്റൊക്കെ നല്ല സീറ്റ്. ഇടഫ്ലാറ്റ് കാണിച്ചു. ഇടഫ്ലാറ്റ് പുതിയത് മാറിയേക്കുവാണ്. ഇടഫ്ലാറ്റൊക്കെ മാറി അത്യാവശ്യം കുഴപ്പമില്ലാത്ത. ബാക്ക് സൈഡിലോട്ട് വന്നാലും കുഴപ്പമില്ല. തകടടിച്ച് പടിഞ്ഞ വണ്ടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കൊച്ചൊരു വണ്ടിയാണ്. 2018 മോഡലാണ്. 2018 വണ്ടി. 2018 വണ്ടി. ഈ വണ്ടി 2018 വണ്ടിയാണ്. 1 കൊല്ലം ടെസ്റ്റ്, പുതിയ ഇൻഷുർ എടുത്ത് കൊടുക്കും. ടാക്സ് എനിക്ക് 2 കൊല്ലത്തേക്കുണ്ട്. ഇല്ലെങ്കിൽ നമ്മളത് എടുത്തു കൊടുക്കും. ഈ വണ്ടിക്ക് 1,40,000 രൂപ കൊടുക്കും. 50,000. ഇതൊക്കെ ലാസ്റ്റ് ആയിട്ടുള്ള വിലയാണ്, നമ്മളത്തെ വിലയാണ് ഈ പറയുന്നത്. അടുത്തത് 2017 വണ്ടിയാണ്. ഇത് നല്ലൊരു ക്വാളിറ്റി വണ്ടിയാണ്. ഒറ്റ ഓണർ വണ്ടി. നല്ല 17 മോഡലിൽ നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 2027 വരെ ടെസ്റ്റ് ഉണ്ട്. 2 കൊല്ലം ടെസ്റ്റ് കിട്ടിയ വണ്ടിയാണ്. 27 വരെ ടെസ്റ്റ് ഉണ്ട്. അടുത്ത വർഷം 7 മാസം വരെ ഇൻഷുർ ഉണ്ട്.
ഇതിനും 2 വർഷത്തേക്ക് ടാക്സ് ഉണ്ട്. 23 വരെ കണ്ട് ഇന്ന് ക്ഷേമതി അടച്ചിട്ടുള്ളൂ. 5 വർഷം ടാക്സ് എടുത്ത വണ്ടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു വണ്ടി. 2017 എഞ്ചിൻ ഭാഗമൊക്കെ നീറ്റായിട്ടുള്ളൊരു വണ്ടിയാണ്. അകത്തോട്ട് വന്നാലും തകടടിച്ച് വേണമെങ്കിൽ നല്ല ബക്കറ്റ് സീറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തെറ്റില്ലാത്തൊരു വണ്ടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ്. ഫ്ലാറ്റൊക്കെ നല്ല വൃത്തിയാണ്. ബാക്കി ഫ്ലാറ്റൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുവാണ്. നല്ല ക്വാളിറ്റിയാണ്. ഇതൊരു നല്ല പോലെ ഉപയോഗിച്ചൊരു വണ്ടിയാണ്. നല്ല കൊണ്ടുനടന്ന നല്ല വൃത്തിയായിട്ട് കൊണ്ടുനടന്ന ഒരു പാർട്ടിയുടെ വണ്ടിയാണ്. നല്ല നീറ്റായിട്ടിരിക്കുന്ന വണ്ടി. ബോഡി ക്വാളിറ്റിയിലൊക്കെ നല്ല പുട്ടിവർക്കൊന്നും അങ്ങനെ കയറിയ വണ്ടിയല്ല. നല്ല വൃത്തിയുണ്ട് വണ്ടി, കണ്ടാൽ തന്നെ നല്ല നീറ്റാണ് വണ്ടി. ഇത് 2017 വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 2017 വണ്ടി, ക്വാളിറ്റി വണ്ടി. ടെസ്റ്റ് 27 വരെ ഉണ്ട്. ഇൻഷുറൻസ് അടുത്ത വർഷം 7-ാം മാസം വരെ ഉണ്ട്. ടാക്സ് എനിക്ക് 2 വർഷത്തേക്കുണ്ട്. ഈ വണ്ടിക്ക് 1,45,000 രൂപ. ഈ വണ്ടി മോഡലിനെയും കാട്ടി വില വെച്ച് കൂടുതൽ, പക്ഷേ വണ്ടി ക്വാളിറ്റിയാണ്. അതുകൊണ്ടാണ് നമുക്ക് മോഡലല്ല പ്രധാനം, വണ്ടിയുടെ ക്വാളിറ്റിയും ചേസ്, ബോഡി, പേപ്പർ വർക്ക്, അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. വണ്ടിയുടെ റോഡിൽ വെച്ചല്ല വില പറയുന്നത്. ഈ വണ്ടികൾക്ക് തന്നെ ചിന്തിച്ച് നോക്കി നിങ്ങൾക്കറിയാം, 17 വണ്ടിയെയും കാട്ടി വില കുറഞ്ഞ 18 വണ്ടികൾ ഇതിനകത്തുണ്ട്. അടുത്ത് നമ്മൾ പരിചയപ്പെടുമ്പോൾ 2017 ഇത്. 1 കൊല്ലത്തിന് മേളിൽ ടെസ്റ്റ് ഉണ്ട്. പുതിയ ഇൻഷുർ എടുത്ത് കൊടുക്കും. ഇതും എനിക്കൊന്ന് 2 കൊല്ലം ടാക്സ് ഉണ്ടെന്നാണ് തോന്നുന്നത്. നിലവിൽ നിൽപ്പുണ്ടെന്ന് തോന്നുന്നത്. ഇല്ലാത്ത വണ്ടിക്ക്, ടാക്സ് ഇല്ലാത്ത വണ്ടിക്ക് നമ്മൾ പുതിയ ക്ഷേമതയും പുതിയ ടാക്സ് എടുത്ത് എന്ന് മുടങ്ങിയിട്ടുണ്ടോ അതുവരെ എടുത്ത് കൊടുക്കുന്നതായിരിക്കും. ഈ വണ്ടി ഫ്രണ്ട് ടയറൊക്കെ നല്ല ടയറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത 1 കൊല്ലം പേപ്പറുള്ള വണ്ടി. ഫ്ലാറ്റിലോട്ട് വന്നാലും വലിയ കുഴപ്പമില്ല. ഫ്ലാറ്റിൽ പീസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇടയ്ക്ക് അതൊന്ന് കാണിച്ചു, അങ്ങനത്തെ പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 2017 വണ്ടിയാണ്. 17 വണ്ടിയാകുമ്പോൾ ഇത്രയും ഒരു 8 വർഷത്തെ പഴക്കമുള്ള അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ മൈനോട്ട് പോരായ്മകളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2017 വണ്ടിയാണ്. 1 വർഷത്തിൽ മേളിൽ ടെസ്റ്റ് ഉണ്ട്. ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് നമ്മൾ പുതിയ എടുത്തു കൊടുക്കും. ഇത് 2017 വണ്ടിയാണ്. 2017 വണ്ടി, 1 കൊല്ലം ടെസ്റ്റ്, പുതിയ ഇൻഷുറൻസ്, ടാക്സ് ഇല്ലെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കും. ഇത്രയും വണ്ടികൾ, അതായത് 9 കോമ്പാക്റ്റ് ആണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. അതായത് 2019 3 വണ്ടി, 18 3 വണ്ടി, 17 3 വണ്ടി, അങ്ങനെ 9 വണ്ടിയുണ്ട് നമ്മുടെ മൊത്തം ഇവിടെ. നമ്മുടെ ഈ 9 വണ്ടിയും ഇപ്പം ഒരുവിധം ക്വാളിറ്റി വണ്ടികളാണ്. നല്ല വൃത്തിയായിട്ടുള്ള വണ്ടിയാണ്. അപ്പം ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇച്ചിരി കൂടെ വില കുറഞ്ഞ വണ്ടികളാണ്. അതായത് 2012, 13, 14 ആ റേഞ്ചിൽ നിൽക്കുന്ന വണ്ടികളാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അടുത്തുള്ള വീഡിയോയിൽ നമ്മൾ 2015 നല്ല വണ്ടികളാണ്. നല്ല ക്വാളിറ്റി വണ്ടികളാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 65-70% വരെയുള്ള വണ്ടി തൊട്ട് ഒരു 95% വരെയുള്ള വണ്ടികളാണ് ഇതിനകത്തുള്ളത്. അങ്ങനെ ഭയങ്കര ഹൈ ക്വാളിറ്റി എന്ന് ഞാൻ പറഞ്ഞില്ല. വർഷപ്പഴക്കത്തിനനുസരിച്ചുള്ള പോരായ്മകൾ വണ്ടിക്കകത്ത് കാണും. പിന്നെ ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകൾ കാണും വണ്ടിക്ക്. അതൊക്കെ നിങ്ങൾ ആരെടുത്താലും 2000-3000 രൂപ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യേണ്ട വണ്ടികളായിരിക്കും ഇതിനകത്തൊക്കെ ഉള്ളത്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് വണ്ടി കൊടുക്കാനുണ്ടെങ്കിലും വാങ്ങാനുണ്ടെങ്കിലും നമ്മളെ വിളിക്കാം. നിങ്ങൾക്ക് ഏത് വണ്ടി കൊടുക്കാണ്ട്, ഇതിനകത്ത് കൂടുതൽ വണ്ടി. ഇപ്പം നിങ്ങൾക്കൊരു വണ്ടി ഉണ്ട്, നിങ്ങളുടെ വീട്ടിൽ കയറ്റിയിട്ട് ഞങ്ങളുടെ അടുത്ത് പറയാം, നിങ്ങൾ വന്ന് ടെസ്റ്റ് ചെയ്ത് എടുത്തോളാൻ പറഞ്ഞാൽ ഞങ്ങൾ പൈസ മുടക്കി ടെസ്റ്റ് ചെയ്യും. വണ്ടി വിൽക്കാൻ നേരം ഞങ്ങൾക്ക് പൈസ തന്നാൽ മതി. അങ്ങനെ വേണമെങ്കിലും നമ്മൾ ചെയ്തിട്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മളെ വിളിക്കാം. അപ്പോൾ ഇത്രയും കോമ്പാക്റ്റ് ആണ് ഉള്ളത്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങളിനി അടുത്തുള്ള ഉള്ളത് ഒരുവിധം ഈ വണ്ടിക്കകത്ത് എന്തൊക്കെ കംപ്ലൈൻറ്റുകളുണ്ട് അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞാൽ ചെയ്യുമെന്ന്. അതായത് നമ്മളെ വിശ്വാസത്തിലാണ് നിങ്ങൾ വന്ന് വണ്ടി മേടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇതിനകത്തെ കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഞങ്ങൾ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം. എന്ത് കാര്യങ്ങളും ചെയ്യാം, അതിനകത്തും കാര്യമില്ല. നമ്മളെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വണ്ടിക്കകത്ത്. ഇതാണ് ഈ കാര്യം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം. അടുത്തൊരു വീഡിയോ വരെ ഹായ്.